കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മാക്സൽ ഫാസ്റ്റ് ശുശ്രൂഷിക്കുന്ന കൂടുകുളഞ്ഞി സഭയിൽ നിന്ന് നിരവധി ദൈവ മക്കൾ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓരോരുത്തരുടെയും പേര് എടുത്തു പറയാനുള്ള സാഹചര്യമല്ല എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കർത്താവിൻ്റെ സന്നിധി നമ്മൾ അല്പം ധൃതിയോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ പകൽക്കാലം മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാധാരണ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇവിടുത്തേത് 10:30 തുടങ്ങി 12:30 അവസാനിപ്പിക്കുന്ന ഒരു പതിവാണുള്ളത്. ചിലപ്പോൾ 12:15 അവസാനിപ്പിക്കും. അത് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത് പോലെയൊക്കെ ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതുവരെയും ഇവിടം വരെ എത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചത്. സ്തോത്രം. എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. സ്തോത്രം. വായിച്ച സങ്കീർത്തനം വളരെ വിലപ്പെട്ടതായിരിക്കുന്ന സങ്കീർത്തനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 1-ാമത്തെ വാക്യം ഈ പ്രകാരം വായിക്കുന്നു. യെസ്. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഉദ്ധരിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു കൂട്ടമാണ് ഈ രാവിലെ സമയം ഇവിടെ ആയിരിക്കുന്നെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ നമ്മുടെ കാഴ്ത്തപ്പെട്ട കർത്താവിനാൽ ഉദ്ധരിക്കപ്പെട്ട ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ ഒരു മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടെ ആമേൻ സ്തോത്രം ഇന്ന് പകൽക്കാലം ഉദ്ധാരണം പ്രാപിപ്പാൻ തക്കോണം ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. 2 കുഞ്ഞുങ്ങളെയും പറ്റി പറയുകയാണെങ്കിൽ നിഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ വചനങ്ങളൊക്കെ നന്നായി അറിയാവുന്ന 2 കുഞ്ഞുങ്ങളാണ് ഇന്ന് പകൽക്കാലം ജലത്തിൽ സാക്ഷീകരിപ്പാൻ തക്കോണം ഇടയായിത്തീർന്നത്. ഞാൻ ഇന്നലത്തെ നടന്ന ആ മീറ്റിങ്ങിൽ പറഞ്ഞതുപോലെ ദൈവമക്കളുടെ മക്കളെന്നാണ് കഴിഞ്ഞ ദിവസം വരെ അവരെ അറിയപ്പെടുവാനിടയായിത്തീർന്നത്. ദൈവമക്കളുടെ മക്കൾ. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം അവർ ദൈവമക്കളായി തീർന്നിരിക്കുകയാണ്. ആരുടെ കെയർ ഓഫിൽ അവരെ അറിയേണ്ട കാര്യമില്ല. അവർ നമ്മെപ്പോലെ തന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവർ ദൈവമക്കളായി തീരുവാൻ തക്കോടെയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ബ്ലെസ്സിങ്ങിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാണ് ബ്ലെസ്സിങ് എന്ന് എടുത്തു പറയേണ്ടതായിരിക്കുന്ന വിഷയങ്ങൾ ആണ് എന്നെനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ബ്ലെസ്സിങ്ങിന് ദൈവം നിരവധി താലന്തുകളെ ദൈവം കൊടുത്തിട്ടുണ്ട്. ആമേൻ. അതിപ്രധാനമായിട്ട് ബ്ലെസ്സിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അനുഭവം ബ്ലെസ്സിങ്ങിൻ്റെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ ഫേബയും നല്ലതുപോലെ പാടുന്ന ഒരു പെൺകുട്ടിയാണ് ഫേബ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഫേബ പാടും, ബ്ലെസ്സിങ് കൊട്ടും. സ്തോത്രം. പക്ഷേ ഇവർ 2 പേരും 2 ഇടത്തായിപ്പോയി. സ്തോത്രം. പാട്ട് ഇവിടെയും കൊട്ട് അവിടെയും ആയിപ്പോയി. ഞങ്ങൾക്കതൊരു സൂട്ടബിളായിട്ട് തോന്നുന്നില്ല. കൊട്ടുകാരനെ കൂടെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്തുപോലും ആകട്ടെ, ദൈവത്തിൻ്റെ ഹിതം പോലെ കുഞ്ഞുങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവം ഉപയോഗിക്കട്ടെ. അത് നമ്മുടെ സഭകൾക്ക് സെൻറ്ററിന് അതൊരു അഭിമാനമായി തന്നെ നിലകൊള്ളട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊയറിന് വേണ്ടി ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആരാധന ലീഡ് ചെയ്യുവാൻ തക്കോണം പ്രിയ സഹോദരങ്ങളെ കർത്താവിടെയാക്കുന്നല്ലോ. ഉദ്ധാരണങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാനാണ് ഈ വെള്ളിയാഴ്ച സമയം കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നത്. പല സമയങ്ങളിലായിട്ടാണ് നാം കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിപ്പാനിടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുനാൾ മുതലേ ഈ പെന്തക്കോസ് അനുഭവത്തിലായിരിക്കുന്ന നിരവധി പേര് നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഏതാണ്ട് 8 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മാതാപിതാക്കൾ ഈ അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. സ്തോത്രം. ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. സ്തോത്രം. അത് വലിയൊരു രോഗവും അതിൻ്റെതായിരിക്കുന്ന നിലവാരത്തിലുള്ള വിടുതലും കർത്താവ് നൽകി തരുവാൻ തക്കോണോടെയായി തീർന്നു. വാര്യാപുരം ജോനാച്ചായന് വാര്യാപുരത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പാട് കണ്ടാണ് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് സ്തോത്രം പ്രാർത്ഥിച്ച് ആ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനിടയായി തീർന്നങ്ങനെ. ഇങ്ങനെ നിരവധി പ്രാവശ്യം മരിച്ച് ജീവിച്ച സ്തോത്രം ഒരു അനുഭവം എൻ്റെ ജീവിതത്തിന്മേലുണ്ട്. സന്നിപാത ജ്വരമെന്ന് പറയുന്ന ഒരു ജ്വരം, അന്ന് അതിന് മരുന്ന് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മരുന്നുണ്ടെങ്കിൽ തന്നെ അത് മേടിക്കാനുള്ളതായിരിക്കുന്ന ആംബിയർ അന്നത്തെ കാലത്ത് എൻ്റെ മാതാപിതാക്കൾക്ക് ഇല്ലായിരുന്നു. ഒരു പാവപ്പെട്ട വീട്ടിലാണ് ഞാൻ ജനിക്കുവാൻ തക്കോടെയായി തീർന്നത്. അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്ന ആ സമയത്താണ് എനിക്ക് ഈ രോഗം പിടിപെടുവാനിടയായി തീർന്നത്. 3 മാസം ഒരുപോലെ സ്തോത്രം കട്ടിലേക്ക് കിടക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിന്മേലുണ്ടായി. നമ്മൾ ഈ മരണാസന്നെ നിൽക്കുന്ന ആൾക്കാർക്ക് വെള്ളം തുണിയെ മുക്കി ചിറി നനച്ചു കൊടുക്കുന്ന ഒരനുഭവത്തിൽ വരെ എത്തുവാൻ തക്കോണം ഇടയായി
തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ അമ്മ ഒരു വെളിപ്പാട് കാണുവാനിടയായി തീർന്നു. ഞാൻ വെള്ളമുണ്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഒരുക്കി കിടത്തിയിരിക്കുന്നു. ശവപ്പെട്ടി കൊണ്ടുവന്ന് ചാരി ഞങ്ങളുടെ വീടിനോട് ചേർത്ത് വെച്ചിരിക്കുന്നതായിട്ടൊരു വെളിപ്പാട് കാണുവാനിടയായി തീർന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് വാര്യാപുരം ജോനാച്ചായൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. വാര്യാപുരം ജോനാച്ചായന്, കൂടൽ കുഞ്ഞിച്ചായന്, പണിക്കരി സാറ്, ഇവർ 3 പ്രവാചകന്മാർ ഞങ്ങളുടെ സഭയിലുള്ളതായിരിക്കുന്ന ഒരു പ്രവാചകൻ്റെ വീട്ടിൽ വരുവാനും അവർ 4 പ്രവാചകന്മാരും കൂടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരികയും അന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിയ സാഹചര്യമൊന്നുമില്ലാഞ്ഞതുകൊണ്ട് കുടുംബത്തിൽ കിടന്നതായിരിക്കുന്ന കസേരയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്ക് ഇരിക്കുവാനായിട്ട് കൊണ്ടിട്ടപ്പോൾ വാര്യാപുരം ജോനാച്ചായൻ പറഞ്ഞു, ഹല്ലേലൂയ, ഈ ശവത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞതായിട്ടാണ് ഞാൻ അറിയുന്നത്, ഞങ്ങൾ ഈ കസേരയിൽ ഇരിക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡെഡ് ബോഡിയുടെ ആ മുമ്പിലേക്ക് 4 പ്രവാചകന്മാരും മുട്ടുകുത്തി 2.5 മണിക്കൂർ അന്യഭാഷയിൽ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ആ ബന്ധനം അഴിയുവാൻ തക്കോടെയായി തീർന്നു. ഞാൻ അലറി വിളിച്ചുകൊണ്ട് 3 മാസമായി ആഹാരം കഴിക്കാതെ കിടക്കുന്ന ഞാൻ അന്നേരം അലറിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നേ, എനിക്ക് കഞ്ഞി വേണമെന്ന് പറഞ്ഞ് അലറുവാൻ തക്കോടെയായി തീർന്നു. ഞങ്ങളുടെ വീട്ടിൽ ആഹാരമില്ല. കുടുംബത്തിൽ നിന്ന് അല്പം കഞ്ഞി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ അമ്മ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ മധ്യത്തിൽ വെച്ച് എനിക്കത് കോരിത്തരുവാനിടയായി തീർന്നു. അന്ന് ജീവൻ പ്രാപിക്കുവാൻ തക്കോണം കർത്താവ് കൃപ നൽകി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഏതാണ്ട് 49 വർഷമായി ഇന്ന് പെന്തിക്കോസ് അനുഭവത്തിലായിട്ട്. അപ്പോൾ എൻ്റെ പ്രായവും കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉദ്ധാരണകളുടെ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആരാധിക്കും തോറും, ദൈവത്തെ മഹത്വപ്പെടുത്തും തോറും, കർത്താവിനോട് അടുക്കും തോറും കർത്താവിനുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ പെന്തക്കോസ് സമൂഹത്തിൽ സംഭവിച്ചതായിരിക്കുന്ന ഒരനുഭവം എന്ന് പറയുന്നത് സ്തോത്രം, ഏട് മൂത്ത് ആകുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ തുടങ്ങി വെച്ചതായിരിക്കുന്ന അനുഭവത്തിൽ നിലകൊള്ളുവാൻ കഴിയാതെ ആളുകൾ ക്രമേണ പലതും കണ്ടും മടുത്ത് അവരുടെ ആത്മീയ ജീവിതം കുറയുന്നതായിട്ടാണ് കാണുവാനായി ഇടയാകുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ആത്മീയ ജീവിതം ഓരോ വർഷം കഴിയും തോറും നമ്മൾ ഹല്ലേലൂയ പഠിച്ചും ഗ്രഹിച്ചും ദൈവത്തോട് അടുക്കുകയും ദൈവസ്നേഹം വർദ്ധിക്കുകയും ആരാധനയിൽ മുഴുകിയിരിക്കുകയും പ്രാർത്ഥനയിൽ ശക്തിപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇന്നലെ നമ്മൾ പകൽക്കാലം ചിന്തിച്ച ആ അനുഭവം ഞാൻ ഇന്ന് വീണ്ടും ഓർക്കുകയാണ്. സ്തോത്രം, ഐ നോ യുവർ വർക്ക്. ഹല്ലേലൂയ, ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു. നമ്മുടെ പ്രവൃത്തിയെ നോക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. അതറിഞ്ഞ് നമ്മൾ ഏത് കാര്യത്തിലും പ്രവർത്തിക്കാവൂ, ഇടപെടാവൂ. സ്തോത്രം. ഇന്ന് കണ്ടടച്ചുകൊണ്ട് അവരവർക്ക് ഇഷ്ടമനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക. പക്ഷെങ്കിൽ നമുക്ക് നിത്യതയിൽ സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ നമ്മളെ നോക്കുന്ന, വാച്ച് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നലെ ആ ഭാഗം എടുത്തത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, സ്തോത്രം, പ്രായമുള്ളവരെ, വിശ്വാസികളെ, ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് വാതിൽ തുറക്കുവാൻ നമ്മുടെ ദൈവം ഇന്നും മതിയായവനാ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്, എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുവാൻ, എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുവാൻ, എൻ്റെ പ്രവൃത്തി കണ്ട്, എൻ്റെ കച്ചപ്പാട് കണ്ട്, എൻ്റെ ദൈവസ്നേഹം കണ്ട്, എൻ്റെ ആരാധന കണ്ട്, എൻ്റെ പ്രാർത്ഥന കണ്ട് എനിക്ക് വേണ്ടി ഇന്നും വാതിൽ തുറക്കുന്നവൻ ജീവനോടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഉദ്ധാരണങ്ങളുടെ ദൈവത്തെ മറന്നുകളയാതെ അവസാനം വരെയും, ഹല്ലേലൂയ, കർത്താവിൻ്റെ വരവ് വരെയും, അല്ല കർത്താവ് നമ്മളെ വിളിക്കുന്നിടം വരെയും വിശ്വസ്തയോടെ നിന്ന് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി മുന്നോട്ട് പോകുവാൻ കുഞ്ഞുങ്ങളെയും നമ്മെ എല്ലാവരെയും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ.